ഹലോ ഫ്രണ്ട്സ്, ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആദ്യം നമുക്ക് കറാമ്പട്ടയും ഏലക്കായൊക്കെ ചേർത്ത് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് നമ്മുടെ ബിരിയാണി റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബിരിയാണി റൈസ് അവിടെ വേവാൻ വേണ്ടിയിട്ട് നമുക്ക് വെച്ചിട്ട് നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ അരിയാൻ പോവാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വലിയ ഉള്ളി, തക്കാളി, മല്ലിച്ചപ്പ്, പുതിനയില, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം അതെല്ലാം അരിഞ്ഞ് ഭംഗിയായിട്ട് അരിഞ്ഞ് ബിരിയാണിയിലേക്ക് ആവശ്യമായ രീതിയിലേക്ക് മാറ്റിവെക്കാം. ഇത് നമ്മൾ അരിഞ്ഞ് വെച്ചതാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പുതിനയില, മല്ലിച്ചപ്പ്, വലിയ ഉള്ളി, തക്കാളി, ഇതൊക്കെ. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനാണ്. തൊട്ടപ്പുറത്ത് വേറെ കുറച്ച് ചിക്കൻ ഇരിക്കുന്നത് ഞങ്ങൾക്ക് പൊരിക്കാനാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വലിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, പുതിനയില, ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അരച്ച് നമുക്ക് ഒരു നല്ല പേസ്റ്റ് രൂപത്തിൽ എടുക്കാം. നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വലിയ ഉള്ളി, മല്ലിച്ചപ്പും പുതിനയിലയും. ഇത് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ചേർത്ത് അരച്ചെടുക്കാം. നന്നായിട്ട് അങ്ങോട്ട് അരിഞ്ഞോട്ടെ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അരി അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ബിഗ് ബോസും കാണുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനാണിത്. ചിക്കനിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, മല്ലിച്ചപ്പും പുതിനയിലയും വലിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ്, നല്ല ഗ്രീൻ കളർ, അത് നമ്മൾ ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ മുകളിൽ ലേശം വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുക. വിനാഗിരി ഒരു പുളിപ്പിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നീട് നമുക്കതിൽ ചേർക്കേണ്ടത് ഒരു കയ്യിൽ തൈരും കൂടി നമ്മളതിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളതിൽ ആവശ്യമായ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ചിക്കൻ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനാണ്. ഇങ്ങനെയാണോ എല്ലാവരും ബിരിയാണി ഉണ്ടാക്കുകയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അമ്മ ഞങ്ങൾക്ക് വെച്ച് തരുന്ന ബിരിയാണി ഇങ്ങനത്തെ ബിരിയാണി. ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും 2 കയ്യിൽ ബിരിയാണി മസാലയും ചേർക്കുക. ബിരിയാണി മസാലയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഒന്നും കൂടി മാഗ്നേറ്റ് ചെയ്തെടുക്കുക. നല്ല ബ്രൗൺ കളറായി നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്തെടുക്കുക. ഇപ്പം ഞങ്ങളെ വീട്ടിൽ തന്നെ അമ്മമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിയും പിന്നെ അമ്മേൻ്റെ അനിയത്തിമാരുണ്ടാക്കുന്ന ബിരിയാണിയും ഒക്കെ വേറെ വേറെ ടേസ്റ്റാണ്. ഓരോ ബിരിയാണിക്ക് ഓരോ ടേസ്റ്റാണ്. ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി, ഇതിന് വേറെ ടേസ്റ്റാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി, വലിയ ഉള്ളി പെറുക്കിടാൻ വേണ്ടിയിട്ടാണ് ബിരിയാണിയിൽ, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ മക്കൾക്ക് കൊടുക്കുമ്പോൾ ഒരു ചെറിയ ഉള്ളീൻ്റെ പീസ് കിട്ടിയാൽ പോലും ഭയങ്കര വിഷയമാണ്. അപ്പോൾ അതൊക്കെ പെറുക്കിടണം. എന്നാലും ഉള്ളിയൊന്നും ഇല്ലെങ്കിൽ ബിരിയാണി രസമില്ലല്ലോ അല്ലേ. അപ്പോൾ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളി, വലിയ ഉള്ളി എണ്ണയിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് അതിൻ്റെ ഒരു ഹാർഡ്നെസ് ഉണ്ടല്ലോ, ആ ഒരു കട്ടിയായിട്ടുള്ള ആ ടെക്സ്ചർ പോയാൽ മതി. നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി ഉള്ളി. ഉള്ളി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരും. അതിൻ്റെ ആ ഒരു ഹാർഡ്നെസ്സൊക്കെ പോയി അത് സോഫ്റ്റായിട്ട് വരും. ഒരു വൈറ്റ് കളർ പോലെ ആയില്ലേ. ആയിട്ട് വരുമ്പോൾ ഈ പോലെയൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി, ഞാൻ നമ്മുടെ എന്ന് കുറേ പറയാനില്ല, ഇതിൻ്റെ ഒരു രീതിയാണ് കേട്ടോ. തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ
അപ്പോൾ വലിയ ഉള്ളി, തക്കാളി ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ അവിടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അരി തിളച്ചിട്ട് അരി വാങ്ങി വെച്ചിരിക്കുകയാണ്. ബിരിയാണിയിലേക്ക് ഇടാൻ ആവശ്യമായിട്ടുള്ള വലിയ ഉള്ളിയും തക്കാളിയാണ് നമ്മളിപ്പോൾ ചട്ടിയിൽ വഴറ്റിക്കൊണ്ടിരിക്കണേ. അതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അത് ആഡ് ചെയ്ത് കൊടുക്കുക. മസാലയും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി ചേർത്ത് കൂട്ടിക്കലർത്തുക. ബിരിയാണിയിലേക്ക് ആവശ്യമായ മസാലയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. ആ ഗ്രേവി, ബിരിയാണീൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ഇതാണല്ലേ, ഈ ഗ്രേവിയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് കേട്ടോ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി കുറയണ്ട എന്ന് കരുതിയിട്ട് ആഡ് ചെയ്തതാണ്. ഇതാണ് നമ്മൾ വെന്തിട്ട് വാങ്ങി വെച്ചിട്ടുള്ള അരി. റൈസ് അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ, നന്നായിട്ട് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഗാർണിഷിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് അലങ്കരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഉള്ളി നമുക്ക് നല്ല ഗോൾഡൻ കളറിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി നീളത്തിലരിഞ്ഞത് കേട്ടോ, ഉള്ളി കുറച്ച് നീളത്തിലരിഞ്ഞിട്ട് നല്ല ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായിട്ട് വരുമ്പോഴേക്കും വരണ വരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഗാർണിഷിങ്ങിന് ആവശ്യമായിട്ടാണ്. പിന്നെ മുന്തിരി ഇതേപോലെ നന്നായിട്ട് പൊരിച്ചെടുക്കുക. മുന്തിരി നല്ല ഉണ്ടയായിട്ട് വരും അല്ലേ, ബോൾ പോലെ, ബലൂൺ നിർപ്പിച്ച പോലെ ആയിട്ട് വരും. അപ്പം മുന്തിരി, ഇനി തക്കാളി നല്ല റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞിട്ട്, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. തക്കാളി നല്ല റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞിട്ട് അതും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നെയ്യിലാണ് ഫ്രൈ ചെയ്തെടുക്കണേ കേട്ടോ. നെയ്യിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ ഗാർണിഷിങ് ഐറ്റംസ് ഒക്കെ റെഡിയാണ്. മല്ലിച്ചപ്പ്, പുതിനയില, തക്കാളി, മുന്തിരി, പിന്നെ ഗോൾഡൻ കളറിലുള്ള ഓണിയൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത്, ഇതൊക്കെ ഗാർണിഷിങ്ങിന് വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ്. കുറച്ചും കൂടി നെയ്യൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ചിട്ട് വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ, ആ റൈസ് ഇതിലേക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. 1 2 3 ഇങ്ങനെ കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് നെയ്യിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം സെൻറ്ററിൽ ഇങ്ങനെ ഒരു കുഴി പോലെ കുഴിച്ചുണ്ടാക്കുക. നമ്മൾ ചോറൊക്കെ കഴിക്കുമ്പോൾ കൂട്ടാൻ ഒഴിക്കാൻ വേണ്ടി നമ്മൾ കുഴി ഉണ്ടാക്കി വയ്ക്കില്ലേ ചോറിൽ, അതുമാതിരി ചെറിയ സെൻറ്ററിലൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല കൂട്ടുണ്ടല്ലോ, ചിക്കൻ മസാല കൂട്ട് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുള്ളത്, ആ മസാല കൂട്ട് ഈ ചോറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഗാർണിഷിംഗ് ഒക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ നടത്തുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി കൂട്ടിക്കലർത്തി എല്ലായിടത്തും മുന്തിരിങ്ങയും ഉള്ളിയൊക്കെ എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി മറിച്ച് നല്ല സുന്ദരിയായി അല്ലേ. ഇനി അതിലേക്ക് നമുക്ക് ഈ മസാല ആഡ് ചെയ്ത് കൊടുക്കാം, ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. യെസ്, ചിക്കൻ മസാല ആഡഡ്. നന്നായിട്ട് ആ മസാല അതിലേക്ക് അങ്ങോട്ട് പിടിക്കട്ടെ. നമ്മൾ അതൊക്കെ മൂടി ഭംഗിയാക്കി നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ച മല്ലിച്ചപ്പും പുതിനയിലയൊക്കെ മുകളിൽ വിതറി തക്കാളിയൊക്കെ വെച്ചു. ബിരിയാണി റെഡിയായി.
ബ്യൂട്ടിഫുൾ ബിരിയാണി. ഇതാ പൂവൊക്കെ ഉണ്ടാക്കിയ അമ്മ. ഇനി നമുക്കത് അടച്ചു വയ്ക്കാം. ഒന്നായിലിരുന്നിട്ട് ആ ചൂടത്തിരുന്നിട്ട് ബിരിയാണി പോട്ടിലിരുന്നിട്ട് കുറച്ച് നെയ്യും മുകളിൽ ഒഴിച്ചു